ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 മാർച്ച് 18 ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ. സെൻസെക്സിൻ്റെ എക്സ്പയറിയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് മറ്റൊരു വിശേഷം പറയാനുണ്ട്. അതായത് NSEയിൽ അവരുടെ ടിക്ക് സൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം BSE ഓൾറെഡി 0.0, അതായത് ടിക്ക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ ടിക്ക് സൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ വരുന്ന ആ ഒരു വ്യത്യാസമാണ്. കാരണം BSEയിൽ ആണെങ്കിൽ 1 പൈസ എന്ന രീതിയിലാണ് ഓരോ സ്റ്റോക്കുകളുടെയൊക്കെ പ്രൈസ് കയറിപ്പോകുന്നത്. 100 രൂപ വരെ റേഞ്ചുള്ള സ്റ്റോക്കുകൾക്ക്. അപ്പോൾ 1 പൈസ 2 പൈസ 3 പൈസ അങ്ങനെയാണ് അത് കയറിപ്പോകുക. പക്ഷേ NSEയിൽ ഇപ്പോൾ ഉള്ളത് 5 പൈസ വെച്ചാൽ 5 പൈസ 10 പൈസ 15 പൈസ എന്ന രീതിയിലാണ് അത് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഈ ഏപ്രിൽ 15 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മാസം അവസാനിക്കുന്ന എക്സ്പയറി ഡേയിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മാസം അവസാനിക്കുന്ന ദിവസം 250 രൂപയിൽ താഴെയാണോ 250 രൂപയിൽ മുകളിലാണോ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്നതിനനുസരിച്ചാണ് ഇത് സ്ലാബായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 250 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കാണെങ്കിൽ, സ്റ്റോക്ക് ഓപ്ഷൻസ് ഏത് തന്നെ ആയാലും അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറഞ്ഞിപ്പം NSEയിൽ 5 പൈസയാണ്, അത് കുറഞ്ഞിട്ട് 1 പൈസയായിട്ട് മാറും. അപ്പോൾ 250 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകളിൽ നിന്നും 1 പൈസയുടെ ഡിഫറൻസിലാണ് വ്യത്യാസം വരുന്നത്. പ്രധാനമായിട്ടും NSEയും BSEയിലും നല്ല രീതിയിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. സോ എക്സ്പയറി അവർ പരസ്പരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യാഴാഴ്ചയുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി തിങ്കളാഴ്ചത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച NSEയുടെ BSEയുടെ സെൻസെക്സ് എക്സ്പയറിയാണ്, തിങ്കളാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി വരും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അറിയിക്കാം. ഇപ്പോൾ NSEയുടെ 2 സർക്കുലറുകൾ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് 2024 മെയ്യിലും മറ്റൊന്ന് 2024 മെയ്യിൽ ഇറങ്ങിയ 2 സർക്കുലറുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഏപ്രിൽ 15 മുതലാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. ടിക്ക് സൈസ് 250 രൂപ വരെ. ഇതിപ്പം ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ വായിക്കുന്ന ന്യൂസ് ഏഞ്ചൽ ബ്രോക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ F&O സ്റ്റോക്ക് എല്ലാം ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 15 മുതൽ ഈ മാർച്ച് 28 ക്ലോസ് ചെയ്യുന്ന വാല്യൂ അനുസരിച്ചായിരിക്കും ഏപ്രിൽ 15 മുതൽ 250 രൂപയിൽ താഴെയാണോ കൂടുതലാണോ എന്ന് തീരുമാനിക്കുന്നത്. 250 രൂപ വരെയുള്ള സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ ഓപ്ഷൻസിന് ഫ്യൂച്ചറിന് ഏതിനായാലും 1 പൈസ എന്ന രീതിയിലായിരിക്കും ടിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. 250 രൂപയിൽ കൂടുതലാണെങ്കിൽ 1000 രൂപ വരെ 5 പൈസ എന്ന രീതിയിലും, 1000 രൂപയ്ക്ക് 5000 രൂപ വരെ 10 പൈസ എന്ന രീതിയിലും, 5001 മുതൽ 10000 വരെ 50 പൈസ എന്ന നിരക്കിലും, 10001 മുതൽ 20000 വരെ 1 രൂപ എന്ന നിലയിലും, 20000ൻ്റെ മുകളിൽ 5 രൂപ എന്ന നിലയിലും ആയിരിക്കും പ്രൈസ്. നമ്മൾ ഈ ചാർട്ടിൽ നോക്കുമ്പോൾ പ്രൈസ് മൂവ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ആ മൂവ്മെൻറ്റ്, ഒരു ജമ്പ് വരുന്നത്, ഒരു സ്റ്റെപ്പ് വരുന്നത് എത്ര രൂപയാണ് എന്നതാണ് ഈ ടിക്ക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20,000 രൂപയുടെ മുകളിലുള്ള സ്റ്റോക്കുകൾ ഈ പറഞ്ഞ പോലെ 5 രൂപ വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് വ്യത്യാസം വരും. ഇത് ക്യാഷ് മാർക്കറ്റിലെ സ്റ്റോക്കിലും അതേപോലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻഡൈസസ്, നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെക്സുകളില്ലേ, അതിനകത്തും ഇവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. 15,000 പോയിൻറ്റിൻ്റെ താഴെയുള്ളതാണെങ്കിൽ 5 പൈസ അല്ലെങ്കിൽ 0.05 എന്ന രീതിയിലായിരിക്കും ടിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. 15,000 മുതൽ 30,000 എന്നതിന് 10 പൈസ എന്ന രീതിയിലായിരിക്കും. അതുപോലെ 30,000ൻ്റെ മുകളിലുള്ളതിന് 20 പൈസ എന്ന രീതിയിലായിരിക്കും ഇൻഡെക്സിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 15,000 രൂപയിൽ താഴെയുള്ളത് ഏതാണെന്നുള്ളത്? മിഡ് ക്യാപ് സെലക്ട് എന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഓപ്ഷൻസ് ഉള്ളതാണ്. സൂപ്പറായിട്ട് അതിനകത്ത് ട്രേഡ് ചെയ്യാം. അതിനകത്ത് ഇനി 0.05 മുതൽ ഏപ്രിൽ 15 മുതൽ 0.05ൻ്റെ രീതിയിലായിരിക്കും മൂവ്മെൻറ്റ് വരിക. അതേപോലെ പിന്നെ അത് വരുന്നത് നിഫ്റ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട നിഫ്റ്റിയൊക്കെ ഇനി 10 പൈസ എന്ന രീതിയിലായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതേപോലെ ബാങ്ക് നിഫ്റ്റി പിന്നെ അത് വരുന്നത് ആ റേഞ്ചിൽ വരുന്ന 40,000ന് മുകളിലോട്ടൊക്കെ വരുന്ന 30,000ൻ്റെ മുകളിൽ വരുന്നതിനൊക്കെ 20 പൈസയായിട്ടായിരിക്കും ഇതിനകത്ത് ഒരു വ്യത്യാസം വരിക. സോ ടിക്ക് സൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ടിക്ക് സൈസിൻ്റെ ബാധകമാകുന്നത് ഏപ്രിൽ 15 മുതലാണ്. NSEയിലാണ് ഇത്. BSE ഓൾറെഡി പണ്ട് കാലം തൊട്ടേ ഈ രീതിയിലാണ് പോയിക്കൊണ്ട്. അവരുടെ 100 രൂപയാണ് റേഞ്ച് എന്നാണ് എനിക്ക് ഓർമ്മ. അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. കാരണം ഈ ന്യൂസ് അപ്ഡേറ്റ് കേൾക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും അവർ കമൻറ്റുകൾ വായിക്കുന്നവരാണ്. അപ്പം ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. ഇതിനകത്ത് പ്രധാനമായിട്ടും ഇന്നത്തെ
ഒരു ന്യൂസ് എന്ന് പറയുന്നത് ടിക്ക് സൈസിൻ്റെ ചേഞ്ച് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്തൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 22,000 22,500 എന്ന ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ 22,600 കട്ട് ചെയ്യണം, അല്ലെങ്കിൽ 22,000 കട്ട് ചെയ്ത് താഴെ ഇറങ്ങണം. ഇത് രണ്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ മുകളിലോട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ കാണിച്ചു തരാം. അവിടെ 22,500 ഹയസ്റ്റ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് 23,000 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും PCR നിൽക്കുന്നത് 1 ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഒരു ചിലപ്പോൾ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതി ആരും പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യരുത്. ഇത് ഞാൻ എൻ്റെ ഒരു ഊഹം പറയുന്നതാണ്. മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 20,300 ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുണ്ടത് എപ്പോഴും ഒരു പാരയായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ എന്തായാലും മാർക്കറ്റ് 22 പൊട്ടിയിട്ട് ഒന്നിൽ താഴോട്ട് പോകണം, അല്ലെങ്കിൽ 22,500 കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറി വരണം. നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. പിന്നെ വാർത്തകളിൽ കണ്ട അല്ലെങ്കിൽ പ്രധാന ഹൈലൈറ്റ് ആയിട്ട് വന്ന കുറേ സ്റ്റോക്കുകളുണ്ട്. ന്യൂസുകളിൽ ഹൈലൈറ്റ് ചെയ്തത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹള്ള്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് ആണിത്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IRCON, സ്റ്റാർ സിമെൻറ്റ്, റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ, ശില്പ മെഡിക്കെയർ, NBCC, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓല ഇലക്ട്രിക് ഷെയർസ് ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കമ്പനി അവർക്കെതിരെ പേയ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരു ലീഗൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊരു ന്യൂസ് വന്നതോടുകൂടിയാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, പണ്ടേ പറയാറുണ്ട് ഓലയാണെങ്കിൽ കത്തും എന്നുള്ളത്. ഓല എന്നത് ഇവിടെ ശരിക്കും ഒരു മലയാളം വാക്കല്ലെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കേട്ടിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും അതൊരു ലോവർ സർക്യൂട്ട് അടിച്ച് കിടക്കാണ് ആ ഒരു സ്റ്റോക്ക്. നോക്കാം വരുന്ന ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ദെൻ ഞങ്ങളൊരു പുതിയ ഒരു ആൽഗോ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 years പ്ലാൻ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടേതായ രീതിയിൽ വളരെ ഇതുവരെയുള്ള ബാക്ക് ടെസ്റ്റിങ്ങിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അതേപോലെ കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ട് ഈ മാസം ഇപ്പോൾ ഞങ്ങളിപ്പോൾ 13%, 13% പ്രോഫിറ്റിലാണ് അറ്റ് ദ മൊമെൻ്റ് ഉള്ളത്. നോക്കാം അത് താഴോട്ട് പോകും മുകളിലോട്ട് പോകുമൊക്കെ ഉള്ളത്. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും മാസം അവസാനിക്കുമ്പോൾ മാത്രമേ പറയുള്ളൂ. കാരണം കഴിഞ്ഞ മാസം ഇതേപോലെ ഉണ്ടായിരുന്നതാണ്. ഏകദേശം 8%, 9% പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി 8% ലോസിലാണ് കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തത്. പക്ഷേ ഈ മാസം എനിക്ക് തോന്നുന്നില്ല 8% ഒരു ലോസിലേക്ക് പോകുന്നുള്ളത്. പറയാൻ പറ്റില്ല, മാർക്കറ്റാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എല്ലാവർക്കും ഭാഗമാക്കാനാവും, പക്ഷേ ഇതൊരു പബ്ലിക് സർവീസായിട്ട് കൊടുക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ളവർ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ താഴെയുണ്ട്, അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതേപോലെ ഗ്രൂപ്പുകളിൽ ഫ്രീ ട്രയലാണ്. ആരോടും എന്താ പറയുക കാശോ കാര്യങ്ങളോ വാങ്ങിക്കാതെ എല്ലാവരെയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒത്തിരി പേർക്ക് ഫ്രീ ട്രയൽ അലോക്കേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാത്ത 50-60 പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് നോക്കുക നിങ്ങൾക്ക്. അതേപോലെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വളരെ പ്രീമിയം, അതായത് നിങ്ങൾ ഓൾറെഡി ഈ ഫ്രീ സർവീസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ജോയിൻ ചെയ്യുന്നത് വളരെ മിനിമം ഫീലാണ് അത് പോകുന്നത്. അതേപോലെ മണി ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻപിൽ ലോസ് റിക്കവറി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണും. എൻ്റെ ഈ ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണും, ലോസ് റിക്കവറി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും ലോസിനെ കൃത്യമായിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സമയം മുതൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയൊരു പ്ലാറ്റ്ഫോമാണ്. ജസ്റ്റ് ടെലിഗ്രാം തന്നെ ബേസ് ചെയ്ത് പോകുന്നതാണോ മറ്റൊന്നുമില്ല. ടെലിഗ്രാമിലൊരു ബോട്ട് നിങ്ങളോട് 5 ചോദ്യങ്ങൾ ഒരു ദിവസം ചോദിക്കും. 5 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കട്ട് ഓഫ് ലിമിറ്റ് ഫോളോ ചെയ്തൊരു പ്രോഫിറ്റ് ഓർ ലോസ് ആ കട്ട് ഓഫ് ഫോളോ ചെയ്ത് അതിൽ പറയുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോസും റിക്കവർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനും പറ്റും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മോർ ദാൻ 1 month എങ്കിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമേ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം അതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ മിനിമം നിങ്ങൾ 3 ദിവസത്തെ ഡാറ്റ എൻട്രി ചെയ്യണം, എങ്കിൽ മാത്രമേ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വളരെ മിനിമലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്തിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അതിനകത്ത് മാജിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളോട് പറയും ഒരു വളരെ
വളരെ മിനിമം പ്രോഫിറ്റ് എടുക്കാനും വളരെ മിനിമം അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു ലോസ് ഉണ്ടാക്കാനോ പറയും. അതിൽ രണ്ടിൽ ഏത് ഹിറ്റായാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവിടെ വെച്ച് ട്രേഡ് അവസാനിപ്പിക്കുക. നെക്സ്റ്റ് ഡേ അതിൽ ഈ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് അന്നേ ദിവസം ഒരു 7 മണിക്കോ 8 മണിക്കോ 9 മണിക്കോ ആണ് നിങ്ങൾ രാവിലെ ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. ഡാറ്റ എൻ്റർ ചെയ്ത് അന്നേ ദിവസം നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അത് പറഞ്ഞു തരും. അതേപോലെ അങ്ങ് വർക്ക് ചെയ്യുക. അതിനകത്ത് ചിലപ്പോൾ ലോസ് ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കുഴപ്പമില്ല. പിറ്റേന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ അതിനോട് വന്നിട്ട് പറയുക ഇതിങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പിറ്റേന്ന് അപ്പോൾ അത് പറഞ്ഞു തരും ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും, നിങ്ങൾക്ക് കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടും, ഇങ്ങനെ പോയാൽ ഞാൻ ഓക്കെ ആകും എന്നുള്ളത്. സോ അതിനകത്ത് ബ്രേക്ക് എടുക്കാൻ സമയം, അതായത് നിങ്ങളൊരു ബ്രേക്കാണ് എടുക്കേണ്ടതെങ്കിൽ അത് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യരുതെന്ന്. ഇനി അതെല്ലാം നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ മാറ്റണമെങ്കിൽ അത് പറഞ്ഞു തരും. മൊത്തത്തിലുള്ള നിങ്ങളുടെ സ്കോർ എങ്ങനെ ആസ് എ ട്രേഡർ നിങ്ങൾ സക്സസ്ഫുൾ ആണോ അല്ല വെറും അബദ്ധമാണോ കാണിക്കുന്നതെന്നൊക്കെ അതിൻ്റെ റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. എത്ര പേര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ നോക്കിയിട്ടില്ല, എങ്കിൽ കൂടി ഒരു 100-ലധികം ആൾക്കാർ അതിനകത്ത് രജിസ്റ്റർ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആരെങ്കിലും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ യൂസ് ചെയ്യും. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിൻ്റെ അറ്റ്ലീസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഗൈഡ് ലൈൻസും പറഞ്ഞുതരാം. അത്രയും പവർഫുള്ളായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എനിക്ക് ചൈനയുടെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് എനിക്ക് ഇതുവരെയും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. സോ അതൊരു കുഴപ്പമുണ്ട്. US മാർക്കറ്റ് ഗ്രീനാണ്, യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പുറകെ നമ്മുടെ മാർക്കറ്റും ഗ്രീൻ ആവാൻ സാധ്യത, ഏഷ്യൻ മാർക്കറ്റും ഗ്രീനാണ്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,608 ഇന്നിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് 736 128 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. ദെൻ പ്രധാനമായിട്ടും 22,732 മാർക്കറ്റ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്നും 4 പോയിന്റ് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഗോൾഡിൻ്റെ പ്രൈസ് $3,003 വരെ എത്തിയിട്ടുണ്ട്. ഇന്നലെ 2,990 അപാരമായ പോക്കാണ് സ്വർണ്ണത്തിൻ്റെ പ്രൈസ് കയറി പോകുന്നത്. അതേപോലെ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 86 രൂപ 80 പൈസയാണ്. ഒരുവിധം 87.45 വരെയൊക്കെ എത്തിയതായിരുന്നു. എന്തായാലും US ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുടെ മൂല്യം നില മെച്ചപ്പെടുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA ഇമ്പോർട്ട് പ്രൈസ് മന്ത് ഓൺ മന്ത്, യൂറോ ഏരിയ ബാലൻസ് ഓഫ് ട്രേഡ്, ജർമ്മനി ZEW എക്കണോമിക് സെൻറ്റിമെൻറ്റ് ഇൻഡെക്സ്, കാനഡ ഇൻഫ്ലേഷൻ റേറ്റ്, USA ഹൗസിംഗ് സ്റ്റാർട്ട്സ്, USA ബിൽഡിംഗ് പെർമിറ്റ്, ദെൻ USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്. ഇത്രയും ഈവൻറ്റുകളാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും എററോ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. ദെൻ FNO ബാനിൽ വരുന്നത് BSE, ഹിൻകോപ്പർ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, സെയിൽ, ഇത്രയും കമ്പനികളാണ് FNO ബാനിൽ വരുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 4,488 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,000 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1,512 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ FMCG, മീഡിയ, അതേപോലെ PSU ബാങ്ക്, റിയാലിറ്റി, ഈ 4 സെക്ടറുകൾ ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓട്ടോ, ബാങ്ക്, ഫിൻ സർവീസസ്, IT, മെറ്റൽ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക് ഇതൊക്കെ ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ETF പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ETF ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ITBസിൽ മാത്രം പ്രത്യേകിച്ച് മാറ്റമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 22,508 ദെൻ 155 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായത്. അതായത് 0.7% മുന്നേറ്റം. അപ്പോൾ ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് 155 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത്. ഈ മാസത്തിൽ നിഫ്റ്റി ഇപ്പോൾ 314 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 0.28%, സെൻസെക്സ് 0.46%, ഫിൻ നിഫ്റ്റി 0.92%, മിഡ് ക്യാപ്പ് 0.62%, ദെൻ ബാങ്ക് എക്സ് 0.4%. ഇത്രയുമാണ് ഇന്നലെ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായത്.
ദെൻ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്ന് നിൽക്കുന്ന 1 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡർ ലൈനാണ്. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ബുള്ളിഷാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് പോകുകയാണെങ്കിൽ ന്യൂട്രലാണ്. സോ ന്യൂട്രലിൽ നിന്ന് ബുള്ളിഷിലേക്ക് കയറാനുള്ള ഒരു ബോർഡർ ലൈനാണ് നിൽക്കുന്നത്. 1 ആണ് PCR വന്നിട്ടുള്ളത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 1,54,00,000 അത് 23,000-ലാണ് കോളിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുള്ളത്. അതേപോലെ ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഹയസ്റ്റ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 22,000-ലാണ് 1,68,00,000. അപ്പോൾ പുട്ടിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായി വന്നിട്ടുള്ളത്. വിക്സ് കിടക്കുന്ന വളരെ നീറ്റായിട്ടുള്ള 13.42-ലാണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് പറ്റിയൊരു വിക്സ് ലെവലാണ്. സ്പോട്ട് ക്ലോസ് ചെയ്തിറങ്ങി 22,508-ലാണ്. അതായത് 500 ജസ്റ്റ് എബോവ് ആണ്. അതേപോലെ എല്ലാം ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി 700-ലെത്തിയിട്ടുണ്ട്, 22,700. സോ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയും അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ CPR-ൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 22,494, 480, 465 ഒരു 14-15 പോയിൻറ്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ദെൻ നോട്ട് റേറ്റ് സോൺ 22,456, 440 16 പോയിൻറ്റിൻ്റെ ഒരു നോട്ട് റേറ്റ് സോണും കിട്ടിയിട്ടുണ്ട്. വലിയ വൈഡായിട്ടുള്ള നോട്ട് റേറ്റ് സോണല്ല, ചെറിയ നോട്ട് റേറ്റ് സോണാണ്. സോ ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 22,456 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,668 വരെയും കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏകദേശം 212 പോയിൻറ്റോളം മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അഥവാ താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ 22,440 കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ 22,349 വരെയും പോകാനുണ്ട്. അതായത് 91 പോയിൻറ്റ് വരെ ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ വാച്ച് ചെയ്യേണ്ട ഒരു സാധനം മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. കാരണം ഇത് വളരെ ട്രിക്കി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മിക്ക ആൾക്കാർക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം 22,500 എന്ന ഈ ഒരു സൂപ്പർ ഒരു ലെവലിനെ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ ഒരു 464 വരെയൊക്കെ ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് 500-ന് മുകളിലോട്ട് തന്നെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്ന 500 കട്ട് ചെയ്തു എന്ന് കരുതി പെട്ടെന്ന് ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ നിങ്ങൾ എടുക്കരുത്. അതിനകത്ത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ 500-ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് എന്ന് കരുതി പെട്ടെന്ന് അതിൽ ഒരു ബുള്ളിഷ് പൊസിഷനും നിങ്ങൾ എടുക്കരുത്. അവിടെയും ഒരു ട്രാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു 600 കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുന്ന കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള പൊസിഷനിലെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ട്രേഡ് എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ അതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ ഒന്ന് കെയർഫുള്ളായിട്ട് ഇന്ന് ഹാൻഡിൽ ചെയ്യുക. കാരണം മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡിൽ വന്നിട്ട് കൺസോൾട്ടേഷനായി പിന്നീട് അത് ഒന്നുകിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോകണം, അല്ലെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവണം. രണ്ടിൽ ഏതായി കഴിഞ്ഞാലും അതിൻ്റെ ഇടയിലുള്ള കൺസോളിഡേഷൻ സമയത്ത് മിക്ക ആൾക്കാരുടെയും കാശ് പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കാശ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ കൺസോളിഡേഷൻ ആണെങ്കിൽ അതിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കരുത്. അതിൻ്റെ പാട്ടിന് വിട്ടേക്കണം. എന്നിട്ട് മാറിയിരിക്കുക സേഫായിട്ട്. നല്ല മൊമെൻറ്റം കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ പതിവ് ട്രേഡുകൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെ എനിക്ക് പറയാനുള്ളത്. ഇത് ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.